ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ആ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നും. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഇതിലുള്ള ട്വിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ലിപ്പാർഡ് ആൻഡ് എ ലയൺ ഇൻ എ ഫോറസ്റ്റ് ഓർ ഗ്രാസ് ലാൻഡ്. ഓക്കെ, അതിന്റെ ജസ്റ്റ് അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? കോമ്പറ്റീഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ലെപ്പേർഡും അതുപോലെ തന്നെ ഒരു ലയൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷനുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്, ഡൗട്ട് ഒന്നുമില്ല, റൈറ്റ്? ഇനി ബി നോക്കിക്കേ, എ കുക്കു ലേയിങ് എഗ്സ് ഇൻ എ ക്രോസ് നെസ്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് കോളത്തിൽ നോക്കിക്കേ, ബ്രൂഡ് പാരസൈറ്റിസം ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം ബ്രൂഡ് പാരസൈറ്റിസം കാണിക്കുന്നത് ഈ കുക്കു ആൻഡ് ക്രോ ആണ്, റൈറ്റ്? ഇനി അടുത്തത് ഫംഗി ആൻഡ് ദ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ് ഇൻ മൈക്കോറൈസേ. അത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? രണ്ടും ഒരേപോലെ ബെനിഫിറ്റഡ് ആണ്. ഏതാണ്? മൈക്കോറൈസേന്റെ മൈക്കോറൈസേ എന്ന് പറയുന്നത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത കോളത്തിൽ എന്താണ്? മ്യൂച്വലിസം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എ കാറ്റിൽ എ ഗ്രിഡ് ആൻഡ് എ കാറ്റിൽ ഇൻ എ ഫീൽഡ്. അത് ഏതിന്റെ എക്സാമ്പിൾ ആണ്? കമൻസാലിസം ആണ്. അതിലൊന്ന് ബെനിഫിറ്റഡ് ആണ്, മറ്റേതിനെന്താണ്? പ്രത്യേകിച്ച് ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. അപ്പൊ ഇവിടെ A1 തന്നെയാണ്, B2 തന്നെയാണ്, C4 ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇത് തെറ്റാണ്, ഇതല്ലല്ലോ. പിന്നെ A3 ഇതെല്ലാം തെറ്റാണ് നമുക്കറിയാം. A2 വരുന്നതൊന്നും അല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, A1 ആണ്, B2 ആണ്, C3 ആണ്, D4 ആണ്. ഓക്കെ, സോ ദ ഫൈനൽ വൺ ഇസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഈ എക്സാമ്പിൾസും ഈ ഇന്ററാക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് മിസ് ഈ ഒരു ക്വസ്റ്റൻ എടുത്തത്. പക്ഷെ നമുക്ക് നോക്കുമ്പം ഒരു സംശയം തോന്നും, ഇതിനി ഏതെങ്കിലും ഒരു ഒരെണ്ണം തെറ്റാണോ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ, അല്ലേ? ഇതേപോലെ എല്ലാം ഒരേപോലെ മാച്ചിങ് ആയിട്ട് തരുമോ? അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സാമ്പിൾസും അതുപോലെ ഈ ഒരു ഇന്ററാക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് കൂടാണ്ട് ബാക്കി ഒത്തിരി എക്സാമ്പിൾസ് നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.